എൻ്റെ ഹസ്ബൻഡിന് എന്നോട് തീരെ സ്നേഹമില്ല, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നോട് ഈ അടുത്തായിട്ട് ഒരു സ്നേഹത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും കാണുന്നില്ല, മക്കൾ തീരെ അനുസരിക്കുന്നില്ല. പരസ്പരം ഈ ബന്ധങ്ങൾക്കിടയിലുള്ള ഈ ഒരു സ്നേഹക്കുറവ് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന മുജറബായ ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ പറയുന്ന രൂപത്തിൽ ഈ സൂറത്ത് ഓതിയവർക്കൊക്കെ അതിൻ്റെ അനുഭവം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാ പ്രത്യേക നീയത്തിലെ നല്ല മനസ്സോടുകൂടെ, ഹൃദയശുദ്ധിയോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ അതിന്റെ അസർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം ശിഥിലമായ ബന്ധങ്ങള്, പരസ്പരം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങള്, പരസ്പരം സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ മക്കൾക്കിടയിൽ, ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ ഈ സൂറത്ത് ധാരാളമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ കൃത്യമായി ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അപ്പൊ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച 10 മണിക്കാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത്. അങ്ങനെ അന്ന് ബുക്ക് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചകളിലും കൺസൾട്ടേഷൻ ഇല്ല. അത് നമുക്ക് തിരക്കില്ലാത്ത ചൊവ്വാഴ്ചകളിൽ മാത്രമേ കൺസൾട്ടേഷൻ ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഏത് ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് എങ്ങനെ അറിയാം? അതിന് ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് നമ്മൾ കൺസൾട്ടേഷൻ ഉള്ളത് നമ്മൾ അതിൽ അറിയിക്കും. അപ്പോൾ വാട്സപ്പിലാകുമ്പോൾ നമ്മൾ നമ്പർ സേവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാം ആകുമ്പോൾ ആർക്കും അത് എപ്പോഴും ഇതിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ സ്റ്റോറി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ സേവ് ആക്കി വെക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ID സേവ് ആക്കി വെക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അതുകൊണ്ടാണ് ആ ഒരു സൗകര്യാർത്ഥമാണ് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ലീവാണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷം നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുകയില്ല. അത് പ്രത്യേകം അറിയിക്കണം. ഇന്നത്തെ വിഷയം, ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ബന്ധങ്ങളുണ്ട്. നമ്മുടെ അടുക്കലൊക്കെ വരുമ്പോൾ പലരും പറയുന്നത്, എൻ്റെ മോൻക്ക് ഈ അടുത്തായിട്ട് ആദ്യകാലങ്ങളിലൊക്കെ അവന് വീട്ടിലേക്ക് സമ്പത്തും ക്യാഷൊക്കെ തന്നിരുന്നു, ഈ അടുത്തായിട്ട് തരുന്നില്ല. ഈ കുടുംബങ്ങളിലുള്ള ഒരു തകർച്ച വല്ലാതെ അനുഭവപ്പെടുന്നു ഓരോരുത്തരും. അഥവാ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയതായിരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെച്ച് പരസ്പരം ഈ ഇരു പാർട്ട്ണർമാർക്കും തമ്മിൽ സ്നേഹമില്ലായ്മ, ഐക്യമില്ലായ്മ, തീരെ സ്വരചേർച്ചയില്ലായ്മ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത്. അത് പരിശുദ്ധമായ ഖുർആനിലെ നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ് സൂറത്തു ത്വാഹ. ത്വാഹ എന്ന് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്, അല്ലെ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് ത്വാഹ എന്നുള്ളത്. അപ്പോൾ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ആ ത്വാഹ സൂറത്ത് ഇൻഷാ അല്ലാഹ് അത് ഓതുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് ഓതേണ്ടത്? അത് ബഅദ സ്വലാത്തിൽ ഫജ്ർ, സൂര്യൻ സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം, അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായി സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം പതിവായി ഓതിക്കഴിഞ്ഞാൽ ആർക്കിടയിലാണോ, ഒരു പ്രത്യേക നിയ്യത്ത് കരുതിയിട്ടാണല്ലോ നമ്മൾ ഓതുക, ആർക്കിടയിലാണോ ഈ സ്വരചേർച്ചയില്ലായ്മ, ഈ ഐക്യമില്ലായ്മ, ഈ സ്നേഹമില്ലായ്മ, അവർക്കിടയിലെ അഭേദ്യമായ ബന്ധമുണ്ടാകാനും നല്ല സ്നേഹബന്ധമായി മാറാനും പരസ്പരം സ്നേഹം പൂത്തുലയുന്ന, സന്തോഷം കളിയാടുന്ന, നല്ല കുടുംബജീവിതം നയിക്കാനുതകുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളിലേക്ക് അടുക്കാനും ആ സൂറത്ത് മതിയാകുന്നതാണ്. നാം ഏത് വിഷയങ്ങൾക്കും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അമലുകളിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും. കാരണം വിശുദ്ധ ഖുർആനിന് അത്രമേൽ വലിയ ഫലം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ ഓരോ വിഷയങ്ങളുണ്ട്. നമ്മളൊക്കെ സൂറത്തുൽ ഫത്ഹിന്റെ അമൽ പറയുമ്പോൾ
12,000 ബിസ്മിയുടെ അമല് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അത് കാണുന്നു, അത് കണ്ട് അതിൻ്റെ അമലുകൾ ചെയ്യുന്നു, എത്രയോ ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് ചെയ്യുന്ന ഒരു അമലായതുകൊണ്ടാണ്. ഖുർആനിന്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഒന്നും പരാജയത്തിലാകൂല, എല്ലാം വിജയത്തിലെത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ വിശ്വാസത്തോടു കൂടെ ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ, ഖുശൂഅോടുകൂടെ, ഭയഭക്തിയോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ, ആ ചെയ്യുന്ന സമയത്ത് ഹറാമായ ചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതെ, അന്യ സംസാരങ്ങൾ, ഭൗതികമായ സംസാരങ്ങൾ സംസാരിക്കാതെ, ആഖിറവുമായി ബന്ധപ്പെട്ട ചിന്തകൾ മാത്രം ചിന്തിച്ച്, റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നാം റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധ്യത്തോടു കൂടെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അമല് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വളരെ പ്രയാസത്തോടുകൂടെ പറയുന്നതാണ്, കുടുംബ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ശേഷം മക്കളായതിൻ്റെ പേരിൽ മാത്രം പരസ്പരം സാക്രിഫൈസ് ചെയ്ത്, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവരുണ്ട്. ജീവിതം ശരിക്കും അങ്ങനെയല്ലല്ലോ മുന്നോട്ട് പോകേണ്ടത്. ജീവിതം മുന്നോട്ട് പോകേണ്ടത് വളരെ സന്തോഷത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, പ്രണയാർദ്രമായി മുന്നോട്ട് പോകേണ്ട ജീവിതം അത് തകർച്ചയുടെ വക്കിലെത്തി, ഡിവോഴ്സിന്റെ വക്കിലെത്തി, ത്വലാഖിന്റെ വക്കിലെത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് ഒരാളെയും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത രൂപത്തിലേക്ക് എത്തിയ എത്രയോ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ പരസ്പരം സ്നേഹത്തോടെ ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അമല് ചെയ്യാവുന്നതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതൊരു പക്ഷെ അയിന് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സെഹർ കൊണ്ടായിരിക്കാം. ഇതൊന്നും നിഷേധിക്കാൻ പറ്റൂല. അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അത്തരം വിള്ളലുകൾ, ദാമ്പത്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ വിള്ളലുകൾ, അതൊക്കെ പരിഹരിക്കാൻ കാരണമാകും. ഈ സൂറത്തു ത്വാഹ കൊണ്ടുള്ള ഈ ഒരു അമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക, നല്ല റിസൾട്ട് ലഭിക്കും. അപ്പോൾ ചൊല്ലുന്നതിൻ്റെ ചെയ്യുന്നതിൻ്റെ ഒക്കെ മുമ്പായിട്ട് ആദ്യം 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക വളരെ ആത്മാർത്ഥമായിട്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഈ അക്ഷരങ്ങളൊക്കെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം. അവസാനത്തെ മീമ് ശരിക്ക് കേൾക്കണം, അതേപോലെ തന്നെ അയിന് ശരിക്ക് കേൾക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇങ്ങനെ തന്നെ 100 തവണ വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതിനുശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ 100 സ്വലാത്ത് ചൊല്ലുക. അത് ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്ത് ഇബ്രാഹിമിയയാണ്. ആ ഇബ്രാഹിമിയ സ്വലാത്ത് ആ സമയത്തിനുള്ളിൽ ചൊല്ലി തീർക്കാൻ കഴിയാത്തവര് സാധാരണ നമ്മളൊക്കെ ചൊല്ലാറുള്ള സ്വലാത്താണ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم എന്ന് പറയുന്ന സ്വലാത്ത്. ആ ഒരു സ്വലാത്ത് 100 തവണ ചൊല്ലുക. അപ്പൊ 100 ഇസ്തിഗ്ഫാർ, 100 സ്വലാത്ത്. ഇത് ചൊല്ലിയതിന്റെ ശേഷം ഈ പറയുന്ന പോലെ സൂറത്തു ത്വാഹ 1 തവണ ഓതുക. ആ 1 തവണ ഓതുന്ന സമയത്ത് ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് പരമാവധി നമുക്കറിയുന്നത് പോലെ അക്ഷരങ്ങൾ അതിന്റെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുന്ന രൂപത്തിൽ അതിന്റെ സിഫാത്തുകൾ പാലിച്ച് ആ ഹുറൂഫുകളൊക്കെ കൃത്യമായി അതിന്റെ മഖ്റജ് അനുസരിച്ച് തന്നെ ഓതിയിട്ട് അതിനുശേഷം പടച്ച റബ്ബിനോട് നിങ്ങൾക്കറിയാവുന്ന പച്ചമലയാളത്തിൽ ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞാനിപ്പോൾ ഈ ഒരു അമല് ചെയ്തിട്ടുള്ളത്, ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത്, എൻ്റെ മക്കള് ഈ അടുത്ത കാലത്തൊക്കെ എത്രയും സ്നേഹത്തിലായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് അവര് വല്ലാതെ അകന്നു പോകുന്നു. എനിക്കും എൻ്റെ മക്കൾക്കുമിടയിലെ ആ സ്നേഹബന്ധം നീ ഊട്ടിയുറപ്പിക്കണേ എന്ന് പറഞ്ഞു വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. എൻ്റെ ഭാര്യ അത് കുറച്ചായിട്ട് ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ്, അപ്പൊ അതിലൊരു സന്തോഷം ലഭിക്കണം എന്ന നിയ്യത്ത് പ്രത്യേകം മനസ്സിൽ കരുതിയിട്ടാണ് നമ്മൾ ഓതുന്നത്.
അത് റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു തരാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ അത് ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിൻ്റെതായ റൂട്ടിൽ നമ്മുടെ ഇബാദത്തുകളും അമാലുകളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ 5 വഖത്ത് നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ഹറാമുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ ഭക്ഷണത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഹറാമിന്റെ ഒന്നും പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിലൊക്കെ പരമാവധി അതിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത്. എല്ലാ സമയത്തും റബ്ബിനെ ഓർക്കാത്ത ഒരു സമയവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. അപ്പോൾ അത്തരം ചിന്തകൾ കണ്ടില്ലേ, ഒരു ചെറിയ സമയത്തുള്ള ചിന്ത അത് ധാരാളം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഒരു സെക്കൻഡ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷവും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാതിരിക്കുക. നമ്മൾ എന്ത് അമലുകൾ കേൾക്കുമ്പോഴും അത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ യാ ഗിയാസൽ മുസ്തഗീസീൻ എന്ന് 100 തവണ ചൊല്ലാനും യാ ലത്തീഫ് എന്നുള്ളത് 129 തവണ ചൊല്ലാനും ഇതൊക്കെ അള്ളാഹുവിനെ വിളിക്കുന്നതാണ് അല്ലേ? ഇതൊക്കെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് പല കിതാബുകളിലും മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ ഇമാമുമാർ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ സ്വലാത്തുൽ നാരിയത്ത് പറയാറുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ പറയാറുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള പല വിഷയങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പറയാറുണ്ട്. അത്തരം അമലുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നവരൊക്കെ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്തു പ്രതിസന്ധികൾ, അത് ദുനിയാവിലുള്ളതാവട്ടെ ആഖിറവുമായി ബന്ധപ്പെട്ടതാവട്ടെ, എന്തു വിഷയങ്ങൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കടങ്ങളുമായി ബന്ധപ്പെട്ടത് ഏത് വിഷയങ്ങളുണ്ടെങ്കിലും സ്വലാത്ത് അതെല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ്. അതാരാണ് പറഞ്ഞിട്ടുള്ളത്? ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത, സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ പ്രശസ്തമായ ഹദീസിന്റെ വാചകം നമുക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് നിന്റെ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ വളരെ ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലുക. അത് ഒരു കണക്ക്, എത്രയാണോ ഒരു കണക്ക് വെച്ചിട്ട് ആ കണക്കനുസരിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഏത് വിഷയങ്ങളും അതുകൊണ്ട് പരിഹരിക്കപ്പെടും. അപ്പോ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? ധാരാളം വർദ്ധിപ്പിച്ചു, സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്നതിന്റെ പരിധിയിൽപ്പെടാൻ എത്ര സ്വലാത്ത് ചൊല്ലണം എന്ന് കണക്ക് പറഞ്ഞെടുത്ത് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന പരിധിയിൽ പെടണമെങ്കിൽ ചുരുങ്ങിയത് 300 തവണയെങ്കിലും ചൊല്ലണം എന്നുള്ളതാണ്. അപ്പൊ ചുരുങ്ങിയത് 300 തവണയെങ്കിലും ഒരു ദിവസം സ്വലാത്ത് ചൊല്ലുന്നൊരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ നമ്മൾ പരാജയപ്പെടൂല. അപ്പൊ അത് ആ വിശ്വാസത്തോടു കൂടെ ചെയ്യണം. ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ മതി. പിന്നെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്തുകളൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ വിവിധങ്ങളായ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്, സ്വലാത്തുൽ നാരിയുണ്ട്, സ്വലാത്തു തിബ്ബിൽ ഖുലൂബ്, സ്വലാത്തു തിബ്ബുണ്ട്, രോഗങ്ങൾ ശിഫയാകാനുള്ള സ്വലാത്ത്. അങ്ങനെ നിരവധി സ്വലാത്തുകളുണ്ട്. സ്വലാത്തു താജൊക്കെ ചെല്ലുന്ന എത്രയോ ആളുകളുണ്ട്, കാണാതെ പഠിച്ചവരുണ്ട്. അതൊക്കെ വളരെ ആത്മാർത്ഥമായി ചൊല്ലാം. എല്ലാത്തിനും ഉപരി നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളത് പോലെ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക.
അള്ളാഹുവിൻ്റെ പവിത്രമായ ഇസ്മുകൾ നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർക്ക് കൃത്യമായിട്ട് അത് അറിയാം. അപ്പോൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട റിയാദകൾ നമുക്ക് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ചെറിയ ചെറിയ റിയാദകളുണ്ട്. അത്തരം ചെറിയ ചെറിയ റിയാദകളെങ്കിലും പൂർത്തിയാക്കി വീട്ടി ആ റിയാദകൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കി വീട്ടിയതിന് ശേഷം അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസവും ഒഴിവാക്കാതെ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അത്ര വലിയ മഹത്വങ്ങളുണ്ട്. ആ മഹത്വം അറിഞ്ഞ് അത് ഇന്നാലിന്ന വിഷയത്തിന് ഇത്ര തവണ ഓതിയാൽ അതിന് നല്ല പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി എത്ര ആളുകളുണ്ട്. അങ്ങനെ അത് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. കാരണം നമ്മൾ ആ നിയ്യത്തോടു കൂടെ അറിഞ്ഞ് ചെയ്യുകയല്ലേ, അപ്പൊ അതിന് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സൂറത്തുൽ ഹംദ് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട്. അത് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയുന്നുണ്ടെങ്കിൽ ഈ ഭാഗം കേൾക്കുന്ന ആളുകളൊന്ന് കമന്റ് എഴുതി അറിയിക്കണേ. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് അത് ചോദിച്ചതുപോലെ തോന്നുന്നുണ്ട്. സൂറത്തുൽ ഹംദ് ഏതാന്നുള്ളത്. ഞാനതൊരു ഒരു വിജ്ഞാനവേദിയും കൂടെയാകട്ടെ. ഇൻഷാ അല്ലാഹ് അറിയാവുന്നവര് സൂറത്തുൽ ഹംദ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഒന്ന് അറിയുന്നവർ എഴുതി അറിയിക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓരോ സൂറത്തുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായി അതിനനുസരിച്ച് നമ്മൾ ഓതുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. എത്രയോ മഹാന്മാര് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള സൂറത്തുകളെ കൊണ്ട് അമൽ ചെയ്തപ്പോൾ അതിനെത്ര റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹസദിന്റെ പ്രശ്നങ്ങളെ കൊണ്ട്, ഐനിന്റെ പ്രശ്നങ്ങളെ കൊണ്ട്, സിഹറിന്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളെ ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയിട്ട് വലിയ വലിയ സാമ്പത്തികമായി ചെലവഴിച്ച് ഇതൊക്കെ ബാത്തിലാക്കുന്നവരുണ്ട്. അത്തരം വലിയ എമൗണ്ടുകളൊന്നും ചെലവഴിച്ച് എവിടെയും ക്യാഷ് ചെലവഴിക്കരുത് എന്നുള്ളത് ഇവിടെ വരുന്ന ആളുകളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കറിയാം 1.5 ലക്ഷം രൂപയൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി പരിഹരിക്കാൻ വേണ്ടി അതിന് ചെലവഴിച്ച് നഷ്ടമായ എത്രയോ ആളുകളെ നമുക്കറിയാം. നമ്മുടെ അടുക്കൽ അത്തരം ആളുകളൊക്കെ വന്നിട്ട് ആ വിഷമം പറയാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാവുന്ന സൂറത്തുകളെ കൊണ്ട് നമ്മൾ തന്നെ അമല് ചെയ്താൽ എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ച എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഒരാളെ മുമ്പിലും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ അമുസ്ലിം ആചാരങ്ങളുമായി ബന്ധപ്പെട്ട, ഹൈന്ദവാചാരങ്ങളുമായി ബന്ധപ്പെട്ട പൂജകളും മറ്റുമൊക്കെ അവരുടെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് അമല് ചെയ്യുന്ന, പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, പരിഹാരങ്ങൾ ചെയ്യുന്ന, ഹോമം ചെയ്യാൻ പോകുന്ന, എത്രയോ പൂജ ചെയ്യാൻ പോകുന്ന മുസ്ലിം നാമധാരികളുണ്ട്. അവരവരുടെ വിഷയങ്ങൾ എത്തുമ്പോൾ ആരെങ്കിലും അവരോട് പറയുമ്പോൾ ആ വിഷയം പരിഹരിക്കാൻ അവിടെ പോകണമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് പോകുന്നതാണ്. ആ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ പോകുന്നതായിരിക്കും. പക്ഷെ അങ്ങനൊരു ഇൽത്തിറാറിന്റെ ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിൽ പോലും നമ്മൾ അത്തരം സംവിധാനങ്ങളിലേക്ക് പോകുകയോ അത്തരം വിശ്വാസാചാരങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നത് നാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കാരണമാകും. അള്ളാഹു അത്തരക്കാർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇന്നാലിന്ന സ്ഥലങ്ങളിൽ പോയിട്ട് 52,000 രൂപ ചെലവഴിച്ചിട്ട് ഇങ്ങനെയുള്ള പൂജകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോമം ചെയ്തിട്ടുണ്ടായിരുന്നു, വീണ്ടും ഇന്നത് ചെയ്യാൻ വേണ്ടി വരണം, ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ എത്രയോ ആളുകളെ കുറിച്ച് നമുക്കറിയാം. അത്തരം ആവശ്യങ്ങളൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എത്രയോ അദ്കാറുകളുണ്ട്. എത്രയോ ഹദീസിന്റെ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആകളുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ അതിന് വലിയ ശക്തിയുണ്ട്. കാരണം അത്രയും പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്ന് സ്വഹാബാക്കൾ വന്ന് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഇത്ര കടമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ടെൻഷൻസ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സ്വഹാബ നീ ഇങ്ങനെ ചെയ്യ്, ഓ സ്വഹാബ ഇതുപോലെ ദുആ ചെയ്താൽ മതി. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അതേപോലെ അതങ്ങെടുത്ത് ചെയ്താൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമാണ്,
അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയുമാണ്. അതൊരു സുന്നത്താവുകയും കൂടെയാണ്. അതിനപ്പുറം മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു പരിഹാരവും കൂടെയാണ്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ അത് കാരണമാകും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറയാനുള്ളത്, ഇവിടെ വരുന്ന ഓരോരുത്തരും വലിയ വലിയ പ്രയാസങ്ങൾ പറയുമ്പോൾ നമ്മുടെ അടുക്കലെത്തുന്ന ഓരോ ആളുകളും അവരെ ഒരു കസ്റ്റമറായി കാണുകയല്ല, അവരൊരു ക്ലൈന്റായി കാണുകയല്ല. അവർ നമ്മുടെ മുമ്പിൽ വരുന്ന വളരെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ്. ആ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതിലൂടെ, അവരോട് നാം പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളിലൂടെ, ഒരിക്കലും നിസ്കാരം ഖളാ ആക്കരുത് എന്ന് പറയുന്നതിലൂടെ, ഹറാമിലേക്ക് അടുക്കരുത് എന്ന് പറയുന്നതിലൂടെ, ഇതൊരു ദഅവത്തിന്റെ മാർഗവും കൂടെയാണെന്നാണ് ഈ വിനീതൻ മനസ്സിലാക്കുന്നത്. പലരും നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത്, തളരരുത്, തകരരുത്, ജീവിതം ഇങ്ങനെയാണ്. ഇതിനേക്കാൾ പ്രയാസങ്ങൾ അനുഭവിച്ച അംബിയ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഔലിയ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലായിരുന്നു. പലരും പറയുന്നു, ഉസ്താദ് ഞാൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന. ഇതൊന്നൊരു പ്രയാസമല്ല. നിങ്ങളുടെ മകനെ ആരെങ്കിലും പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ മകനെ പെട്ടെന്ന് വളർന്നു വലുതാവുന്ന സമയത്ത് അതിനെ പോയിട്ട് ബലിയെറുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ എത്രയോ അംബിയ ഔലിയ ഇത്തരം വിഷയങ്ങളുമായി പരീക്ഷിക്കപ്പെട്ടിരുന്നു. അവർ വലിയ വലിയ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിച്ചിട്ടാണ് അവർ അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. എത്രയോ അംബിയ ഔലിയ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ ദുആ സ്വീകരിച്ചിട്ട് അള്ളാഹു അതിന്റെ പരിഹാരം കണ്ടെത്തി കൊടുത്തത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു, മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആ ദുആ സ്വീകരിച്ചതിന് ശേഷം എന്ത് പറഞ്ഞു? ഒരു മരം, ഒരു തൈ നടാൻ വേണ്ടി പറഞ്ഞു. ആ തൈ നട്ട് ആ തൈ വളർന്ന് 100 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൈ കൊണ്ട് കപ്പലുണ്ടാക്കാൻ പറയുന്നത്. അപ്പൊ കപ്പലുണ്ടാക്കാൻ വീണ്ടും 100 വർഷം കാത്തിരിക്കണം. അങ്ങനെ കപ്പലുണ്ടാക്കിയിട്ട് ആ 100 വർഷം 200 വർഷം കഴിഞ്ഞിട്ടാണ് ആ കപ്പലുണ്ടാക്കിയിട്ട് ആ കപ്പലിലൂടെ രക്ഷക്കുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിഷയത്തിന് ദുആ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് 200 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു അഭിപ്രായ പ്രകാരം. ഇങ്ങനെ അത്രയും കാലതാമസം വരേണ്ടി വന്നു. മഹാനരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ധിക്കാരിയായ ഫിർഔനിന്റെ ആക്രമണത്തിൽപ്പെട്ടപ്പോ, ഫിർഔനിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അവിടുത്തെ സമുദായം അതിന് ഇരയായപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഫിർഔനിനെ അള്ളാഹു നശിപ്പിച്ചത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണെന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അത്രയും കഴിഞ്ഞാണ് അവർക്ക് പരിഹാരം കിട്ടിയത്. നമുക്കെപ്പോഴാണോ നമുക്ക് കൃത്യമായി ഒരു പരിഹാരം അള്ളാഹു നൽകേണ്ടത് എന്നുള്ളത് അള്ളാഹുവിനറിയാം. ആ സമയത്ത് അള്ളാഹു നൽകും. നമുക്കിപ്പോൾ വീടുണ്ടാവൂല, അത് കൃത്യമായി ഏത് സമയത്താണത് ആപ്റ്റായിട്ടുള്ളത്, എപ്പോഴാണത് നമുക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത് അള്ളാഹുവിന് കൃത്യമായി അറിയാം. ആ സമയത്ത് അള്ളാഹു അത് നൽകിയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അള്ളാഹുവിനോട് നിരന്തരം നിരാശയില്ലാതെ പ്രയാസമില്ലാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതല്ലേ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുവിൻ, ഞാൻ നിങ്ങൾക്കതിന് കൃത്യമായ ജവാബ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഏതെങ്കിലും ഒരു സമയം, നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന സമയം, റബ്ബിലേക്ക് തവക്കുലായിട്ട് ഒരു തഹജ്ജുദ് നിസ്കാരത്തിന് മുസല്ല ഖിബിലയിലേക്ക് വലിച്ചിട്ട് മരം കോച്ചുന്ന തണുപ്പിലും നീ വുളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് നിന്റെ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, ആ സുജൂദിൽ പൊട്ടിക്കരയാൻ, അങ്ങനെ നിന്റെ കവിൾത്തടങ്ങളിലൂടെ ഉതിർന്നു വരുന്ന ആ കണ്ണുനീർ തുള്ളികളുണ്ടല്ലോ, ആ ഒരു തുള്ളി മാത്രം മതി നിന്റെ ജീവിതം മുഴുവൻ വിജയത്തിലാകാൻ, പച്ചപിടിക്കാൻ. അങ്ങനെയുള്ള റബ്ബിനു വേണ്ടി മാത്രമുള്ള സമയം മാറ്റിവെച്ച് നിന്റെ യജമാനനായ റബ്ബിനോട് നിന്റെ വ്യതകളും പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു സമയം ഏതെങ്കിലും ദിവസത്തിൽ എപ്പോഴെങ്കിലും കണ്ടെത്തിയാൽ അള്ളാഹു ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അതിനുള്ള വഴികളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്.
12000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്, യാ ലത്തീഫിന്റെ അമല്, സൂറത്ത് യാസീനിന്റെ അമല്, ഇങ്ങനെ തുടങ്ങി നിരവധി അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ചൊല്ലാനുള്ള പ്രത്യേക അമലുകൾ, ഇതൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് ലഭിക്കും. പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്ന അത് നന്നായി മുറുകെ പിടിച്ച് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മെ അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നാം കോള് തയ്യാറാക്കി വെക്കുക. കോള് തയ്യാറാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ സാദ് ഉണ്ടാക്കി വെക്കുക. എന്താ സാദ് ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ, നാളെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിച്ച് ഈ ലോകത്തോട് വിട പറയാന്ന് പറയാൻ പറ്റില്ല. നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്ത് നിൽക്കുന്ന നിന്റെ മരണം എപ്പോഴും സംഭവിച്ചേക്കാം. അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറായിട്ട് തന്നെ നിൽക്കുക. ഇപ്പൊ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ സമയത്ത് മനസ്സകങ്ങളിൽ ഹൃദയത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നിമിഷം നമ്മൾ വിട പറഞ്ഞാൽ, ഈ തൊട്ടു മുമ്പുള്ള നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാം നിസ്കാരം ഖളാ ഉള്ളവരായിട്ടാണ് വിട പറയുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? അതുകൊണ്ട് എപ്പോഴും തയ്യാറായിക്കൊണ്ടേയിരിക്കാം. ഏത് നിമിഷവും വിട പറഞ്ഞു പോയേക്കാം. എത്രയോ സ്വപ്നങ്ങൾ കണ്ട എത്ര ആളുകളുണ്ട്, മണിമാളികകൾ പണിത ആളുകൾ. അവരൊന്നും ഒരുപാട് കാലം ജീവിച്ചില്ലല്ലോ. വലിയ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി കരുതിയിരുന്ന ആളുകളാണ്. അവർക്കൊന്നും അതൊരു ഭാഗ്യം ഉണ്ടായില്ല. എപ്പോഴും വിട പറയാം. അള്ളാഹുവിൻ്റെ ആഫിയത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ അമല് സൂറത്തു ത്വാഹ, അത് ഇൻഷാ അല്ലാഹ് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് സുബ്ഹ് നിസ്കാരത്തിന് ശേഷമായിട്ട് മഹബത്തിന് വേണ്ടിയിട്ട്, ആർക്കിടയിലുള്ള മഹബത്താണെങ്കിലും അതിനു വേണ്ടി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക. അസ്മാഉൽ ഹുസ്നയിൽ ഓരോ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുക. അതിൻ്റെ റിയാള പൂർത്തിയാക്കി വിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന നമ്മുടെ മജ്ലിസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും. അതിലൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുക. നല്ല ഫലമുള്ള സമയങ്ങളും വിഷയങ്ങളൊക്കെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവര് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്. അവ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. കൃത്യമായ സമയം പാലിച്ച് വിളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സലാമത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ നേരിട്ട് വരുമ്പോൾ പ്രത്യേകം ദുആക്ക് ഏൽപ്പിച്ചു പോകാറുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീ സലാമത്ത് നൽകണം അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. അവരാ പ്രയാസങ്ങൾ തീർന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കാനുള്ള വലിയ തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണം അല്ലാഹ്. പാവപ്പെട്ട എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയും സന്തോഷദായകമായ ജീവിതവും ഐശ്വര്യദായകമായ ജീവിതവും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.